ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ എൻ്റെ സൗണ്ട് ഇന്നും ശരിയായിട്ടില്ല കേട്ടോ. നല്ല ഓവറായിട്ട് തന്നെ എനിക്കായതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കുന്നു തോന്നുന്നുണ്ട് ഈ സൗണ്ടൊക്കെ തിരിച്ചു വരാൻ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു നേരത്തുള്ള ചെറുതായിട്ടുള്ളൊരു ക്ലിപ്പാണ്, എൻ്റെ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം മുന്നേ പുട്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പുട്ടിലെ എല്ലാം ഞാൻ ഓൾറെഡി മിക്സ് ആക്കിയിട്ട് വെച്ചതായിരുന്നു. ഇത് ഹോം മെയ്ഡാണ്. നമ്മൾ ഷോപ്പിൽ കൊണ്ടുവരുന്ന പാക്കറ്റിൻ്റെ പുട്ടുപൊടിയൊന്നുമല്ല, ഹോം മെയ്ഡായിട്ട് തന്നെ അരിയൊക്കെ പൊടിച്ചിട്ട് തേങ്ങയൊക്കെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടിയാണ്. അപ്പം ഞാൻ ബാക്കി വന്നതിന് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ട് അങ്ങനെ തന്നെ ഞാൻ പുട്ട് ചില്ലിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കുക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്കത് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വയ്യാതായ സമയത്ത് ഞാൻ എന്തെങ്കിലും മാവൊക്കെ റെഡിയാക്കുമ്പോൾ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കുള്ള മാവ് ഒന്നിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അത്രയും മെനക്കിടണ്ട. അപ്പോൾ ഈ വയ്യാതായപ്പോൾ ഒരു ടിപ്സായിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അങ്ങനെ ഇതാ പുട്ടുചില്ലിയിൽ പുട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ ഞാൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബനാന വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കുക. പിന്നെ എന്തായാലും നമുക്ക് കിച്ചണിൽ എന്തായാലും ജോലികളുണ്ടാവുമല്ലോ. രാത്രിയിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വാഷാക്കുക. കുട്ടികളുടെ ടിഫിനും അതും ഇതുമൊക്കെ ആയിട്ട് പാത്രങ്ങളായിരുന്നു. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ക്ലീൻ ആക്കുക. എന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ക്ലീൻ ആയിട്ടുണ്ടെങ്കിലേ നമ്മൾ മനസ്സമാധാനത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീട്ടമ്മമാർക്കും പറ്റും. അത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും കിച്ചൺ എപ്പോഴും മെസ്സായിട്ടിരിക്കുന്നത് ആരും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കുക. എന്നിട്ട് വാഷ് ബേസിനൊക്കെ അപ്പം തന്നെ ഞാൻ കഴുകി ക്ലീൻ ആക്കും കേട്ടോ. എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം അങ്ങോട്ട് തുടച്ച് ക്ലീനാക്കാണ് പരിപാടി ചെയ്യാറുള്ളത്. പിന്നെ അന്നത്തെ ദിവസമാണെങ്കിൽ കുട്ടികളുടെ സ്കൂളും ഉണ്ടായിരുന്നില്ല. പേരൻസ് മീറ്റിംഗ് കാരണം കുട്ടികൾക്ക് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് തയ്യാറെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ കിച്ചണൊക്കെ നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചില്ലിൽ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ എളുത്ത റൈസിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് തന്നെ എനിക്ക് റെഡിയാവുന്നുണ്ട്. പിന്നെ ഈ ഷോപ്പിൽ കൊണ്ടുവരുന്ന പുട്ടാണെങ്കിൽ കാണുമ്പോൾ നൈസായിട്ടുണ്ടാവും, പക്ഷേ ഇത് നൈസ് കാണില്ല, പക്ഷെ കഴിക്കാൻ നല്ല സോഫ്റ്റുള്ള പുട്ടാണ്. അങ്ങനത്തെ ഞാൻ വീണ്ടും ചില്ലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുക്കാക്കിയിട്ട് എടുക്കുക. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് പുട്ടപ്പം എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്തെങ്കിലും ചായ ചേർക്കണം. ചായ എല്ലാവർക്കും ഇവിടെ അങ്ങനെ വേണ്ട. പിന്നെ ഇപ്പോൾ ജലദോഷമൊക്കെ കഫമൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പാലിൻ്റെത് കുറച്ചാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് കട്ടൻ ടീ ആയിട്ടൊന്നും എടുക്കാമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മാത്രമേ ലൈറ്റായിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലൈറ്റായിട്ടുള്ളൊരു ചായയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ വീണ്ടും പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാവരും പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. ഇനിയിപ്പോൾ ചായയൊക്കെ വിളമ്പി കൊടുക്കുക, അത്രയേ ഉള്ളൂ. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കിച്ചണിലോട്ട് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്ന് കാലത്ത് എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എണീച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവിടെ പ്ലേറ്റിംഗ് റെഡിയാക്കുക, പഴമൊക്കെ തൊല്ലിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ, എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, എന്നിട്ട് സപ്പോർട്ടാക്കുക. എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാനൊരു ഇൻട്രസ്റ്റൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമുണ്ട്. പിന്നെ ഇങ്ങനെ വ്ളോഗ് ആക്കണം എന്നിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ ചാനൽ ഗ്രോ ആവുന്നില്ലെങ്കിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.